ലൈറ്റ് ഹൗസ് നോക്കട്ടെ. Wait. Now it's camera is okay. Hi. I'm actually from Dhanushkodi, Kudangulam, Kanyakumari, Trivandrum, Kollam, and like this through the shore. Yeah, all around. Thank you. Yeah. വലിയഴീക്കൽ ലൈറ്റ് ഹൗസിൽ നിന്ന് കയറാൻ പോവാം. ഭയങ്കര ഭംഗിയാന്ന് ജൂട്ട് സാറ് നേരത്തെ പറഞ്ഞത്. ഇത് ഇവിടുത്തെ മാഷ്. നമസ്കാരം ഉണ്ട് കേട്ടോ. സന്തോഷം. ഒന്ന് കയറിയിട്ട് വരാവേ. വാ, നീലാകാശത്തിലേക്ക് ഒരു പ്രത്യേക ഭംഗിയില്ലേ. നൈസ്. ഇങ്ങനെ നടക്ക് സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ. വെള്ളോട്ട് പോട്ടെ. വാ, കാഴ്ചകളുടെ ഉയരങ്ങളിലെ വിസ്മയങ്ങളിലെ സൂപ്പർ. ഇങ്ങനെ ഡോർ തുറന്നിരിക്കുന്നു. ബാൽക്കണി. ഇവിടെ നിന്നും ഉയരം പറയും ഞാൻ എൻ്റെ സ്റ്റിക്കും കൂടെ നീട്ടാം. ദാ അകലെ കടല്, അഴിമുഖം, ബ്രിഡ്ജ്, താഴെ എൻ്റെ സൈക്കിള് കാണാമോ നോക്കിയേ. Wow, my precious. ഈ സാറിന് ഇവിടെ വെച്ച് പരിചയപ്പെട്ട കേട്ടോ. എറണാകുളത്താണ്. ലത്തീഫ് സാർ. ഓക്കെ. ഞങ്ങളിവിടെ വെച്ച് പരിചയപ്പെട്ടു. സെൽഫിയൊക്കെ എടുത്തു. രണ്ടുപേരും അങ്ങോട്ടും കൂടി സെൽഫി എടുത്ത് സഹായിച്ചു. തന്നെത്താനെ യാത്ര ചെയ്യുമ്പോൾ സെൽഫി എടുക്കണമെങ്കിൽ ഒരു സഹായം. അപ്പോൾ സന്തോഷം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടുന്ന് നമ്മുടെ തോട്ടപ്പള്ളി സൈഡിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ഫേസ്ബുക്കിലെ ചങ്ങാതി AM സലി സാറ്, അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അങ്ങനെ വഴിനീളമുള്ള ചങ്ങാതിമാരെ കണ്ടുമുട്ടിക്കൊണ്ടാണ് എൻ്റെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കയറിയപ്പോൾ ഒരു പ്രത്യേക മൂടാട്ടോ. കാരണം വർഷങ്ങളായിട്ട് FBയിലൊക്കെ നമ്മൾ സംസാരിക്കുക, എപ്പോഴും ആശയങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ വഴിനീളെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയ സന്തോഷമാണ്. ഈ യാത്രയുടെ മറക്കാനാവാത്ത മറ്റൊരു അനുഭവം കൂടിയാണ്. അപ്പോൾ താഴേക്ക് എനിക്ക് ലിഫ്റ്റ് അത്ര ഇഷ്ടമുള്ള സംഗതിയല്ല. സ്റ്റെപ്പിൻ്റെ ഒരു ഭംഗിയില്ലേ നോക്കിയേ. മണൽച്ചാക്ക് കൊണ്ടുള്ള കടൽ ഭിത്തിയാണ്. ഇതൊക്കെ കടൽ കയറി പോയേക്കണ വീടുകളാട്ടോ.
കൽഭിത്തിക്കപ്പുറത്തുനിന്ന് കിടന്ന് അലക്കണ കേൾക്കാം. ഒട്ടച്ചാൽ പറഞ്ഞാൽ വെസ്റ്റേൺ ഘട്ടിൽ പാറ പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടേക്ക് ഇത്ര എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഇവിടെ മണ്ണ് കുഴച്ച് വെച്ചാൽ പറ്റുമോ? പാറ തന്നെ വേണ്ടായോ? അതാ എന്നാ ചെയ്യണം. എന്തൊരു വിശാലം. അങ്ങനെ അടുത്തടുത്തടുത്ത് കുഞ്ഞു പുലിമുട്ടുകളിട്ട് തീരം സംരക്ഷിച്ചിരിക്കുക. എന്നാണല്ലോ ഈ കോൺക്രീറ്റ് നിർമ്മിതി കൊള്ളാട്ടോ. അത് ലോക്കായിട്ട് അവിടെ കിടന്നാൽ പിന്നെ അവൻ അനങ്ങത്തില്ല. ഇതാണ് ആറാട്ടുപുഴ. ഒരുപാട് കേട്ടിട്ടുണ്ട് ആറാട്ടുപുഴ എന്നൊക്കെ. യെസ്, ആറാട്ടുപുഴ. ഗുരു കാറ്ററിംഗ് സ്ഥലം ആറാട്ടുപുഴ പഞ്ചായത്തില് പത്തിശ്ശേരി തൊട്ട് വടക്കുവശത്ത്. ഞാൻ പ്രത്യേകം പറയാൻ കാര്യം ഞാൻ വീട്ടിൽ നിന്ന് 2-ാം തീയതി ഇറങ്ങിയതാണ്. സത്യം പറഞ്ഞാൽ ഇത്തിരി വീട്ടില് ബിന്ദു വയ്ക്കണ കറിയുടെ രുചിയിലൊക്കെ ഒന്ന് കഴിക്കുന്നത് ഇത്ര ദിവസം കൂടിയാണ്. വീട്ടിലൂടെന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി കറക്റ്റ് ആട്ടോ. ഞാൻ ശരിക്കും ആസ്വദിച്ചിരുന്ന് കഴിക്കാം. ഞാൻ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത്. എനിക്ക് നേരത്തെ ഉണ്ട്, എങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 7 മാസമായി. നന്നായിട്ടുണ്ട് കേട്ടോ.
ഇന്നിപ്പോ പഞ്ചായത്തിലേക്കും സപ്ലൈ കൊടുക്കണം പുറത്തേക്ക്. അവിടത്തേക്ക് കൊടുക്കാൻ ഞാനിങ്ങനെ ഒരു ഇന്ന് 11ാമത്തെ ദിവസമാണ്. 1100 കിലോമീറ്ററായിട്ടുണ്ടാവും. വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇത്തിരി വഴിയായി വന്നിട്ട് കാറിന് കയറ്റി വർക്കലയിൽ നിന്ന് തിരിച്ചയച്ചു. ഞാൻ പിന്നെ ഈ കോസ്റ്റൽ ലൈനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്ന് ആലപ്പുഴ, നാളെ എറണാകുളം, പിന്നെ വീട്ടിലോട്ട്. സന്തോഷം. ഇതാണ് ആറാട്ടുപുഴയ്ക്ക് കുറച്ച് വടക്ക് വീട്ടിലൂണെന്ന് പറഞ്ഞ് റോഡിൻ്റെ സൈഡിൽ. ഓക്കെ, നന്നായിരുന്നു. അപ്പം നല്ലതെന്ന് പറഞ്ഞിട്ട് പോയെങ്കിൽ ഒരു മനസ്സമാധാന കുറവില്ലേ, അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. ഇതിപ്പോൾ 11ാമത്തെ ദിവസം. 11ാമത്തെ ദിവസം. ആ, സന്തോഷം. ഞാനിത് എന്തുവാ ചൂണ്ടയാ? ഞാൻ ചൂണ്ടയുടെ ആളല്ല, സൈക്കിളാ. അത് ചൂണ്ടയല്ല, ഈ ക്യാമറയുടെ ഒരു വലിയ സ്റ്റിക്കാ മേളിൽ ഇങ്ങനെ പൊക്കിയെടുക്കാൻ വേണ്ടി. ആ, ചൂണ്ടക്കോല് പോലെ തോന്നിയല്ലേ? ആ, വ്ളോഗുണ്ട്, ചാനലുണ്ട്. ആ, ഞാൻ ചുമ്മാ ഒരു ആനുവൽ യാത്ര പോയതാ. ഞാനിത് റെക്കോർഡ് ചെയ്യാൻ വേറെ ഒന്നല്ലേ, കുറേ നാൾ കഴിഞ്ഞാലും നമ്മളിത് മറന്നു പോകില്ല. അല്ലെങ്കിൽ നമ്മൾ എവിടെ വെച്ചാൽ ആരെയോ കണ്ടോ അതങ്ങ് മറന്നു പോകും. യാത്രയും മറന്നു പോകും, വഴിയും മറന്നു പോകും. 11 ദിവസം. എൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് നവാസ്. ഇത് സ്ഥലം ആറാട്ടുപുഴ തന്നെയാണോ? അല്ല, തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പതിയാങ്കര. അങ്ങനെ വഴിക്കൂടെ പോയപ്പോൾ ഞാൻ അഴീക്കിൽ പാലത്തിൻ്റെ മുകളിലിരുന്ന നമ്മുടെ വലിയ സ്റ്റിക്ക് കൊണ്ട് ഇട്ടിരുന്നപ്പോൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ടായിരുന്നു മുന്നേ കുട്ടി. അങ്ങനെ ഇവിടെ നിന്ന് കുറച്ചു നേരം വേണ്ടി പറഞ്ഞ് നിൽക്കരുത്. ഇതാണ് തൃക്കുന്നപ്പുഴ. താങ്ക് യു, സന്തോഷം. എൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് സുനിൽ. ഞാൻ ബിനോയ് തൊടുപുഴയാണ്. ഞാനിങ്ങനെ ഒരു സൈക്കിൾ റൈഡ് കഴിഞ്ഞു വരുന്ന 11ാമത്തെ ദിവസം ഞാൻ വീട്ടിലേക്ക് തൊടുപുഴ. സന്തോഷം. ചേട്ടൻ നൽകിയ സ്പ്രൈറ്റ് ലെമൺ. ഒരു വലിയ സന്തോഷമുണ്ടല്ലേ? ഇതൊക്കെ യാത്രകളെ ശരിക്കും നിർവൃതിയിലെത്തിക്കുന്ന ഘടകങ്ങൾ. 2 ദിവസം മഹാരാഷ്ട്രയിൽ ചോദിച്ച ആളുകൾ കാണിച്ചത്. അതെ അല്ലേ? തോട്ടപ്പള്ളി എൻ്റെ 2 സുഹൃത്തുക്കൾ, ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ നോക്കി കണ്ടങ്ങോട്ട് 1 മണിക്കൂറായി. ആയിക്കോട്ടെ, സന്തോഷം. വലത്തോട്ടാണ് ആശാൻ സ്മാരകം. അതൊന്ന് കണ്ടിട്ട് പോയാലോ? സലിമാഷും അന്നൂർവാഷും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവരെ ഒന്ന് വിളിക്കാം. ഈ വഴിക്ക് വരുമ്പം ആശാൻ്റെ ശവകുടീരം ഒന്ന് കാണാതെ പോയാൽ എങ്ങനെ? ഇനിയിപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതിൽ വരുമോ വരില്ലോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ട് ചിത്രീകരിച്ച് പോയാൽ വരാനൊക്കാത്ത നിങ്ങൾക്കും കാണാമല്ലോ. നേരെ പാലം കടന്ന കരുവാറ്റ സൈഡിലേക്ക് നേരെ പോകുന്നതാണ് ആശാൻ സ്മാരകം. കൊള്ളാല്ലേ? സ്കൂൾ മുറ്റവും എപ്പോഴും ശബ്ദമുഖരിതമായ ഒരു സ്മൃതി കുടീരം എന്ന് പറഞ്ഞാൽ അത് തികച്ചും വാ സൂപ്പർ.
മാറ്റുവിൻ ചട്ടങ്ങൾ. എക്കാലവും ഈ കുട്ടികളുടെ കലപില ഒച്ചയ്ക്ക് നടുക്ക് ഇങ്ങനെ ഇരിക്കാൻ സൂപ്പർ. മാറ്റുവിൻ ചട്ടങ്ങളെ, അതെ, ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള വാക്കതാ മാറ്റുവിൻ ചട്ടങ്ങൾ. ഈ അന്ത്യവിശ്രമം എന്ന് പറയുന്നത് ഒരു കാൽപ്പനിക ഭാവമാണെങ്കിലും ആശാൻ്റെ ഈ കിടപ്പ് എനിക്കങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയോ, ഇത്രയും കുട്ടികളുടെ കലപിലയ്ക്ക് നടുവിൽ, വെക്കേഷൻ കാലമായിരിക്കും ഏറ്റവും ബോറിങ് അല്ലേ, ആ കലപിലയ്ക്ക് നടുവിൽ ആ ഭാവനാത്മകമായ അന്ത്യവിശ്രമം എന്ന് പറയണത് കൊള്ളാട്ടോ. എനിക്ക് ഒരു ഭയങ്കര ഫീലും സന്തോഷം തോന്നി. പല്ലനയാറിൻ തീരത്ത് പത്മപരാഗ കുടീരത്ത് വിളക്കുവയ്ക്കും യുഗകന്യകയൊരു വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ചട്ടങ്ങളെ. ലോകക്രമമൊക്കെ രൂപപ്പെടുള്ളൂ. യെസ്, മാറ്റുവിൻ ചട്ടങ്ങൾ. സ്മരണാഞ്ജലി. ഇത്തിരി നേരം നിന്ന് അടുത്തോ? ഭക്ഷണം കഴിച്ചു. അങ്ങനെ 2 ഫേസ്ബുക്ക് ചങ്ങാതിമാരെ ഒറ്റയടിക്ക് കൂട്ടിമുട്ടി. ഇത് AM സലിമാഷ, ഇത് അൻവർ അബ്ദുൾ ജബ്ബാർ. ഞങ്ങളെന്നും ഈ മിക്കവാറും ഈ ഫേസ്ബുക്കിലെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടി പറഞ്ഞല്ല കണ്ടിട്ടില്ല. ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. ഓരോ നാരങ്ങളും കുടിച്ചിട്ട് നമുക്ക് കായലും കടലും കിട്ടുന്നു. അപ്പൊ പുള്ളിക്കാരൻ അവിടെ നിന്ന് ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നതാ. ഭയങ്കര സന്തോഷ ദിവസം കേട്ടോ. കാരണം വെച്ചാല് 2 ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ, അൻവർ അബ്ദുൾ ജബ്ബാർ, അദ്ദേഹം ഇത്ര നാളായി നമ്മൾ ഈ സമാന ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലല്ല, ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ ഉള്ള സുഖമല്ലേ. അങ്ങനെയുള്ള മനുഷ്യർ പരസ്പരം ഏറ്റുമുട്ടലുകളും ഉണ്ട്. അതിൽ കാണാനായിട്ട് അതുപോലെ ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ചിരുന്ന മനുഷ്യര് അവരെ വന്നിട്ട് ഇതാ കടലും കായലും സന്ധിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേയുടെ കാറ്റ് കൊണ്ട് നടന്ന് നമ്മൾ കാണുകയാണ്. ഒന്നും മിണ്ടാരാ വേണ്ടത്. ഇതാ മേനകാഗാന്ധിയുടെ അതായത് മണലടിച്ചു കയറി ഇവിടെ അങ്ങ് അടഞ്ഞു. ഇതുപോലെ ഈ കാണുന്ന പോലെ അടഞ്ഞു പോകും. ഓക്കെ. ഓഹോ. അപ്പൊ എന്നിട്ട് നമ്മുടെ JCBക്ക് കോരിക്കളയും. പണ്ട് ആൾക്കാർ ഒന്ന് കോരിക്കളയായിരുന്നു. ഇതിലെ അക്കരെ നടക്കാം. ഇതിനുവേണ്ടി തുറക്കുന്നല്ലേ, ഈ വെള്ളപ്പൊക്കത്തിന് സംരക്ഷിക്കാൻ വേണ്ടി തുറക്കുന്നതാണ്. പണ്ട് കാലത്ത് മനുഷ്യൻ വെട്ടുകാരുന്നു. ഇപ്പൊ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കരിമണൽ കാനൊക്കെ കൂടെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമാണ് അത്. അതൊക്കെ അങ്ങോട്ടേക്ക് വെള്ളം മുഴുവൻ ഇങ്ങോട്ടാണ്. ഇതിന്റെ തള്ളു മുഴുവൻ പൊഴി ഇവിടെയാ. ഇത് കണ്ടോ, ഈ ഓരോ തിരയും ഇവിടെ മണൽ നിക്ഷേപിക്കും. അങ്ങനെ മണൽ നിക്ഷേപിച്ച് അടിഞ്ഞ് ആണ് ഈ കര. ഇതുപോലെ ഈ പൊഴി മുഴുവനും നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ മഴക്കാലം വരുമ്പോൾ ഇത് JCBക്ക് തുറന്നു വിടുമ്പോഴാണ് അവിടെ നിന്നുള്ള പുഴവെള്ളം വന്നിട്ട് കടലിലോട്ട് ജോയിൻ്റ് ആവുള്ളൂ. അതിനാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്ന ആ ബണ്ടാണ് കാണുന്നത്. അതിന് ഷട്ടറുണ്ട്. പുതിയ അറിവായിരുന്നു കേട്ടോ. അങ്ങനെ സംഭവം അറിയത്തില്ലായിരുന്നു. മനുഷ്യനിർമ്മിതമാണ് ഈ ചാനൽ. ഈ ചാനല് മനുഷ്യനിർമ്മിതമാണ്. ഓക്കെ. 1954 നിർമ്മിക്കുന്നത്. 1954 നിർമ്മിച്ചാണ് ഈ സ്പിൽവേ, കുട്ടനാട് വികസനവുമായി ബന്ധപ്പെട്ട് ഈ സ്പിൽവേ പാലവും ഈ ചാനലും. പിന്നെ ഈ ചാനലാണ് കടലും കായലും സന്ധിക്കുന്നിടത്ത് ഞങ്ങൾ 3 ചങ്ങാതിമാരെ സന്ധിച്ചേക്കും കേട്ടോ. അയ്യോ സന്തോഷം. ഈ യാത്രയിൽ ഞാൻ വീണ്ടും പറയുന്നു, ഏറ്റവും
ഹൃദയഹാരിയായ ഒരു സംഭവമാണ്. കേരളം കയറിയതിന് ശേഷം ഇന്ന് വരെ കാണാത്തവരായ ഒരുപാട് ചങ്ങാതിമാരുമായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നവർ തമ്മിൽ കണ്ടുമുട്ടുന്ന മുഹൂർത്തങ്ങൾ. ഇത് മുഴുവൻ ഞാൻ ചിത്രീകരിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? സന്തോഷമാണ്. ആരോഗ്യശാസ്ത്രനാ ഇവിടെ ഒരു 10 കുടുംബങ്ങളെടുത്താൽ മിക്കവാറും ഒരു 2-3 ക്യാൻസർ പേഷ്യൻ്റ്. അത് ഈ കരിമണലിൻ്റെ ഭാഗമാണോ? ഇതിൻ്റെ റേഡിയേഷനാണ്. ഓ, കരിമണലിൻ്റെ റേഡിയേഷനാണ്. മാഷ് ഹെൽത്ത് ആരോഗ്യരംഗത്തായതുകൊണ്ട് അറിയാമല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇത് എടുത്തു പോകുന്ന സാമ്പത്തികമായ ലാഭവുമുണ്ട്. അപ്പോൾ ഒരു കണക്കിന് ശരിക്കും എടുത്തോണ്ട് പോകുന്നതല്ലേ മനുഷ്യന് നല്ലത്. കടല് ഇവിടെ മര്യാദക്ക് കടല് കയറുന്ന ഒരു പ്രശ്നമുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നമുണ്ട്. ഇതിന്റെ എല്ലാ വശങ്ങളൂടെ നോക്കുമ്പോഴാണ് ഇത് പലരെയും ബാധിക്കുന്നുണ്ട്. എടുത്താ ബാധിക്കുന്നവരുണ്ട്, എടുത്തില്ലെങ്കിൽ ബാധിക്കുന്നവരുണ്ട്. ഓ, ഇത് ശരിക്കും റേഡിയോ ആക്റ്റീവ് ആണല്ലേ? റേഡിയോ ആക്റ്റീവ് ആണ്. മറ്റേ തോറിയം, ഇൽമനേറ്റ്, ടൈറ്റാനിയം, പിന്നെ വേറെ എന്തോ ഉണ്ട്, അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ 3 സാധനം ഇവിടെ ചവറയില് അവിടെ മിനറൽസ് കേറിയില്ല, ഞാൻ ഔട്ട് സൈഡ് കണ്ടു. അത് കാണുന്ന ഈ കറുത്ത മണ്ണിന്റെ കാര്യമായി പറയുന്നത്. നമ്മൾ ഈ കരിമണൽ ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിൽ ഇതാണ് ആ സാധനം. ഇതാണ് നല്ല ബ്ലാക്ക്, ഇതാണ് ആ സാധനം. പക്ഷെ ഇവിടുന്ന് പോകുന്നുണ്ട്, അതൊരു ഫാക്റ്റാണ്. ഈ സംഗമത്തിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങള് 3 പേരും തലതിരിഞ്ഞവരാ. ഞങ്ങള് 3 പേരും നാസ്തികപരമായ അഭിപ്രായങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കൂട്ടിമുട്ടിയവരാണ്. ഇന്ന് കണ്ടുമുട്ടുകയാണ്. മനസ്സിലായോ? ഇതിന്റെ പ്രത്യേകത ഇവിടെ കിട്ടിയോ? നല്ല കളർഫുൾ വള്ളങ്ങൾ. ഹൈവേയുടെ മേളിലേക്ക്, നാഷണൽ ഹൈവേക്ക് വരും. തോട്ടപ്പള്ളി സ്പിൽവേ. അങ്ങ് പടിഞ്ഞാറ് കാണുന്ന പൊഴിമുഖത്താണ് നമ്മൾ ഇത്തിരി മുമ്പ് നിന്ന് വർത്താനം പറഞ്ഞത്. ഏതാണ്ട് അമ്പലപ്പുഴ വരെ നമ്മൾ ഹൈവേ കൂടെ പോയേ പറ്റുള്ളൂ. ഇവിടെ തൊട്ടിപ്പുറത്ത് കടല. പ്രത്യേകിച്ചൊരു തീരദേശ വഴിയില്ല. ഇവിടെ വഴി പടി നടക്കുന്നു. എല്ലാം കൂടി കൺജസ്റ്റഡാണ്. കുഴപ്പമില്ല. വലിയ പുറക്കാട്, പാൽക്കുളങ്ങര, നാഷണൽ ഹൈവേ വിട്ടിട്ട് വണ്ടാനം വഴി അപ്പയ്ക്കൽ. അവിടെ പുന്നപ്ര പൈൻ ബീച്ച് എന്ന് കാണുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. 7 കിലോമീറ്റർ. നമുക്ക് ആ വഴി പോയി നോക്കാം. ഇതൊക്കെ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമാണ്. പിന്നാമ്പശത്തോടെയാണ് നമ്മൾ വരുന്നത് കേട്ടോ. വീണ്ടും റെയിൽവേ പാളം മുറിച്ച് ഇടതുവശത്ത് കിടന്നു. ഇനി കുറച്ച് കഴിഞ്ഞ് പിന്നെയും വലത്ത് കിടക്കാനുണ്ടല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് കിടക്കാനുണ്ടല്ലോ. ഇത് തമാശയായി. മൊത്തം തീവണ്ടിപ്പാളം മുറിക്കലാണല്ലോ പരിപാടി. എൻ്റെ ടെമ്പിൾ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പുന്നപ്ര. വീണ്ടും നമ്മൾ മുറിച്ച് കിടക്കുകയാണ്. പുന്നപ്ര, സെൻ്റ് അലോഷ്യസ് സീനിയർ സെക്കൻഡറി സ്കൂൾ, പുന്നപ്ര.
കുറച്ച് നേരം നിങ്ങളുടെ കൂടെ പോകാൻ. നല്ല തണലുള്ള കോസ്റ്റൽ റോഡ് കേട്ടോ. ഇത് റബ്ബറോ അക്കേഷ്യ. Okay. Oh, it's a beautiful scenery, no? പൊഴി രസകരമാണ്. രാവിലെ ആയിരുന്ന ലൈറ്റ് അങ്ങോട്ട് കിട്ടിയാനെ. അവിടെ റെസ്റ്റോറൻറ്റ് ടീ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പോയി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം. ഇവിടെ വന്നപ്പോ വേറൊരു ബിനോയ് പേര് ഞാൻ തമ്മിൽ കൂട്ടിവിട്ടു. ഡിഗ്രി ചായ് ആലപ്പുഴ. ഇത് നമ്മളുടെ ഇവിടെ പൈൻ ബീച്ച് എന്ന് പറഞ്ഞാൽ ആലപ്പുഴത്തെ ഒരു ബീച്ച്. ആലപ്പുഴക്ക് 5 കിലോമീറ്റർ ഉള്ളു അല്ലയോ? ഭയങ്കര നല്ല പൈൻ ഫോറസ്റ്റ്. അത് സുഖാല ഇപ്പൊ സമയത്തല്ലേ ഉള്ളൂ, നിസ്സാര ദൂരല്ലേ ഉള്ളൂ. അപ്പൊ ആ ടൈം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ്. കണ്ടോ ഈ പൊഴി മണൽ വന്ന് അടഞ്ഞു പോയിരിക്കുന്നു അല്ലേ. ഇത് ബിനോയുടെ മക്കളാണ്. മക്കളും കുടുംബമാണ്. ഇത് ഫസ്റ്റ് വൺ, ഇത് തളിർ. ആ യൂണിഫോം ഇട്ട് നിൽക്കണ കേട്ടോ ഇവരുടെ അമ്മ. ഇത് അളിയന്റെ കടയാണ്. അളിയന്റെ കട. ഓക്കെ, ഹായ് പറ. ഹായ് പറ. ആ മിടുക്കി. ഇത് എന്നാ അടി പച്ച? അടിപൊളി. പച്ച പിടിച്ച ഫാമിലി. അങ്ങനെ പുതിയ 2-3 സൗഹൃദങ്ങളിലും കൂടി. വാടപ്പുഴി-പാലം. അങ്ങനെ നമ്മൾ ആലപ്പുഴ ബീച്ചിൻ്റെ അവിടെ നാഷണൽ ഹൈവേ വന്ന് കയറി. അങ്ങനെ നമ്മൾ കൊല്ലത്തുനിന്ന് ആലപ്പുഴ ബീച്ചിൽ വന്നു. ഇന്ന് ആലപ്പുഴ കൂടാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കും. നാളെ നമുക്ക് ഇവിടെ നിന്ന് വീണ്ടും ഇതുപോലെ കോസ്റ്റൽ ലൈൻ അരിഞ്ഞ് നമുക്ക് കൊച്ചിക്ക് പോവാം. ബിജാപ്പനെയൊക്കെ കാണണ്ടേ, എന്നിട്ട് വീട്ടിൽ പോവാം. അപ്പോൾ എല്ലാവരും വൈകിട്ട് 2 ഫേസ്ബുക്ക് ചങ്ങാതിമാർ കാണാൻ വന്നു. അനു ആൻ്റണി തമ്മിൽ ആദ്യം കാണുന്നതാണ്. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. പിന്നെ ശ്യാംകുമാർ വി ജനാർദ്ദനം വന്നു. ശ്യാമുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ ഇവിടെ ഈ റിസോർട്ടിൽ കടലിരമ്പം കേട്ട് സ്വസ്ഥമായ സുഖനിദ്ര.